ഹായ് എല്ലാവർക്കും നമസ്കാരം. മൈസൂർ സ്ട്രൈമി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മലായി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ട് ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറുള്ള നല്ല സൂപ്പർ മലായി ചിക്കനാണ്. 1/2 കിലോ ചിക്കനിലേക്ക് 10 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി 1 സ്പൂണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് 2 സ്പൂണ് തൈര് വേണം. അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തണം. അപ്പോൾ ഞാൻ അതൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇനി മല്ലിപ്പൊടി ചേർത്തുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മളിതൊരു അരമണിക്കൂറെങ്കിലും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ നല്ല ആ ഒരു ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് വരുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവോള നീളങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറുവപ്പട്ട, കറാമ്പൂ, ഏലക്കായൊക്കെ 2 എണ്ണം വീതം. പിന്നെ 1 സ്പൂണ് മണി കുരുമുളകുകളാണത്. പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ് നമ്മളൊന്ന് കുതിർത്തിട്ട് ഒന്ന് അരച്ചെടുത്തത്, അതാണ് എടുത്ത് വെച്ചത്. അതൊരു 15 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് മുളക് വേണം, അത് 2 എണ്ണം ചീന്തി വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം. വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഒരു പാൻ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ശേഷം നമ്മൾ ഈ കറുവപ്പട്ട, കറാമ്പൂ, ഏലക്കായ അതേപോലെ കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ച സവാള അതും കൂടി ഞാൻ അപ്പോൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കണം നമ്മൾ ഈ സവാളേനെ. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, സവാള നന്നായിട്ട് ബ്രൗൺ ആയി വരുമ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 കിലോ ചിക്കൻ നന്നായിട്ട് ഒരു ഹാഫ് ആൻ അവറിന് കൂടുതൽ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വേവിക്കണം. ചിക്കൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ കളറ് മാറി ആ ഒരു വെന്ത് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചിട്ട് ചിക്കൻ്റെ വേവ് റെഡി ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് മലായി ചിക്കൻ എന്ന് പറയുമ്പോൾ അതിൽ നല്ല ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ നമുക്കിതിൽ ഫ്രഷ് ക്രീം വേണം. ഫ്രഷ് ക്രീം ഉള്ളവർ അത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതില്ലാത്തവർക്ക് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് തന്നെ നല്ല നാടൻ ഫ്രഷ് ക്രീം ഉണ്ടാക്കാൻ പറ്റും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് വഴിയെ കാണാം. ഞാൻ അത് അപ്പോഴാണ് വെള്ളം ചേർത്തിട്ടൊന്ന് അടച്ച് വേവിക്കുന്നത്. അപ്പോൾ ഞാനിനി ഫ്രഷ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി പറയാം. 3/4 സ്പൂണ് കോൺഫ്ലവർ നമുക്കൊരു 1/4 ഗ്ലാസ് പാലിന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മളൊരു 1/4 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കണം. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കുറച്ച് പാൽ തിളപ്പിക്കണം. അപ്പോൾ ഒരു കപ്പ് പാലാണ് ഞാൻ തിളപ്പിക്കുന്നത്. ആ തിളപ്പിക്കുന്ന പാലിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മിക്സ്ചർ ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോൾ കേട്ടോ, പാൽ ചൂടായി വരുമ്പോൾ ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 സ്പൂണ് ബട്ടറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. എന്നിട്ട് കുറച്ചൊരു കട്ടി ഒരു ക്രീമി ടെക്സ്ചർ വരും. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് കസൂരി മേത്തി വേണം. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടൊന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ ഒന്ന് കളറ് മാറി വരുമ്പോൾ മാറ്റി വെക്കുക. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ആ ഒരു ഇത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല തിളച്ച് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. 3/4 സ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ വെള്ളമൊക്കെ ചേർത്തന്നെയായിരുന്നു. ഇപ്പോൾ കണ്ടത് കുറച്ച് ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് തിക്ക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫ്രഷ് ക്രീമിൻ്റെ ഇത് ചേർത്ത് കണ്ടോ, ഈ ഒരു ടെക്സ്ചർ വേണം നമുക്ക് ആ ഒരു ക്രീമിന്. ഇത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രഷ് ക്രീം ഉള്ളവർ അത് ചേർത്ത്, അല്ലാത്തവർ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മലായി ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും നമുക്ക് ഈ പുട്ടിനും പത്തിരിക്കും അതേപോലെ പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ച് ആ ഒരു മിക്സ് റെഡിയായി വരെ അടച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചീന്തി വെച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 പച്ചമുളകാണ് ചേർത്തുന്നത്. ഇനി ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. കൈകൊണ്ടൊന്ന് ഞെരടി കൊടുത്താൽ മതി. അത് ചേർത്തുക. പിന്നെ ബട്ടർ വേണം. 1 സ്പൂണ് ബട്ടറാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്താലും മതി. എന്നാലും ബട്ടർ ചേർത്തുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ്. കണ്ടോ, ആ ഒരു ടെക്സ്ചർ കണ്ടോ, എന്ത് രസമാണ്. അതേപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും ഈ ഒരു മലായി ചിക്കൻ. ബട്ടർ അതേപോലെ നമ്മൾ ആ തുടക്കത്തിൽ കാഷ്യൂ ഒക്കെ അരച്ച് ചേർത്തല്ലോ, അതൊക്കെ ചേർത്തുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ കൂടുതൽ ചേർത്താൽ ശ്രദ്ധിക്കുക.
പിന്നെ നെയ്ച്ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ ബട്ടറൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നാൽ ഒരു മലായി ചിക്കൻ റെഡിയായി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.